ഇംപ്രസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ഗേള് ബ്രോയിനെ ഇംപ്രസ് ചെയ്യാൻ എന്താ വേണ്ടത്? അത് കാര്യമില്ലാത്ത ക്വസ്റ്റ്യൻ. അതിനെനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അല്ലേ, എന്തെങ്കിലും ഒരു ഒരാളെ കാണുമ്പോൾ ഒരു ഇംപ്രസ് ആവണമെന്നുണ്ടാവുമല്ലോ. ഇംപ്രസ് എന്ന് പറയുന്നത് അത് ഇൻഫാച്വേഷൻ. അത് നമുക്ക് ഇപ്പം ഒരു കാണാൻ ഭംഗിയുള്ള ആരോടും തോന്നും. പിന്നെ നമുക്ക് നമ്മൾ ലൈഫ് പാർട്ട്ണർ ആണെന്ന് തോന്നുന്ന ഒരാൾ നമ്മളെടുത്ത് ആ രീതിയിലായിരിക്കണം. അപ്പോൾ അതിന് കുറേ സമയം എടുക്കും. ഇപ്പം പലരെയും കാണുമ്പോൾ നമുക്ക് ക്രഷ് അടിച്ചെന്ന് പറയാറില്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരാള് ആറാട്ടനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ വേണ്ടത്? എന്നെ ഇംപ്രസ് ചെയ്യാം. നല്ല മനസ്സ് വേണം. മനസ്സുണ്ടായ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും? ഇത് ഇംപ്രസ് ആവും. നല്ല മനസ്സ്, നല്ല ഭയങ്കര ഗ്ലാമർ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നല്ല മനസ്സ് പറഞ്ഞാൽ നമുക്കറിയാലോ അവരുടെ പെരുമാറ്റം, അവരുടെ ഇടപെടുമ്പോൾ മനസ്സിലാവുമല്ലോ നല്ല മനസ്സുണ്ടോ ഇല്ലയോ. നല്ല മനസ്സിലാണ് കാര്യം. ഇപ്പോൾ ഈ മറ്റേ കലാമണ്ഡലം സത്യഭാമയും മറ്റേ ഇതിലുള്ള കേസിലറിയാമല്ലോ മനസ്സിലെ ബ്യൂട്ടിയിലാണ് കാര്യം, ശാരീരിക ബ്യൂട്ടിയെക്കാട്ടും. രണ്ടുകൂട്ടിക്കും നല്ലത്. പക്ഷേ ശാരീരിക ബ്യൂട്ടിയെക്കാട്ടും വേണ്ടത് മാനസിക ബ്യൂട്ടിയാണ്. മൈൻഡ് നല്ലതാണ്. ഒരാളെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ എങ്ങനെ പറ്റും? അല്ല, അറ്റേ ഫസ്റ്റിൽ തുടങ്ങുന്ന ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ പറയുന്നത് പ്യൂർലി അട്രാക്ഷൻ ആണ്. അല്ലാതെ മറ്റേ ഇടപഴകുമ്പോഴേ അറിയാൻ പറ്റും. അപ്പൊ ചോദ്യം ചോദിച്ചോട്ടെ, ഈ നിത്യാമേനോനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ക്രഷ് തോന്നിയത്? അവര് ഒരുപാട് ഇന്റർവ്യൂസ് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇതുവരെ അവരുടെ സിനിമ കണ്ടോന്നല്ല, ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടപ്പോൾ നല്ല ആളാന്ന് തോന്നി. പിന്നെ മനസ്സിലായി ആളെന്ന് മനസ്സിലായി. സിനിമ കണ്ടിട്ടൊന്നും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ല? ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല. എല്ലാ സിനിമയും കണ്ടിട്ടില്ല. ഓക്കെ, കുറച്ച് സിനിമ കണ്ടിട്ടില്ല. അവരുടെ ഇന്റർവ്യൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആസ് എ പേഴ്സണൽ ഇഷ്ടപ്പെട്ടു. അൺഫോർച്യുനേറ്റ്ലി അവർ സെലിബ്രിറ്റി ആയിപ്പോയി. ഓ, സെലിബ്രിറ്റി ആയാലായിരുന്നെങ്കിൽ സെലിബ്രിറ്റി ആയിപ്പോയി. അതുകൊണ്ടാണ് മുന്നോട്ട് പോകാത്തത്. എന്നെ നോക്കി ചിരിച്ചാ മതി. ചിരിച്ചാൽ ഇംപ്രസ് ആവോ? പിന്നെ അല്ലാതെ സെറ്റാണ്. ഓ, ഓക്കെയാണ്. ആണോ? അപ്പൊ ചിരി കൊണ്ട് ഒരാളൊക്കെ ചിരിച്ച പെട്ടെന്ന് ഇംപ്രസ് ആവുന്ന ആളാണോ? ഞാനും ചിരിക്കും. അപ്പൊ ഓക്കെ ആയില്ലേ, സെറ്റായി. അങ്ങനെയൊന്നുമില്ല, പെണ്ണായിരുന്നാ മതി. പെണ്ണായാ മതി. അങ്ങനെയൊന്നുമില്ല, പെണ്ണായിരുന്നാ മതി. പെണ്ണായാ മതി അല്ലേ? അല്ലാതെ വലിയതൊന്നുമില്ല. കൂടുതൽ കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല, പെണ്ണായാ മതി അല്ലേ? എന്തുകൊണ്ടാണ് ഈ പെണ്ണാണെന്ന് ഉദ്ദേശിക്കുന്നത്? ഞാനിങ്ങളെ കൊണ്ടുപോയിട്ട് എന്തിനു ചെയ്യാൻ അല്ലേ? ഒരു ഗേളിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വൃത്തിക്ക് നല്ല രീതിയിൽ ടോക്ക് ചെയ്താൽ മാത്രം മതി. കാരണം നമ്മൾക്കൊരാൾ ടോക്ക് ചെയ്യുന്ന സ്റ്റൈല്, നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്ന ടൈമിങ് ആൻഡ് അത് വെച്ച് നമുക്ക് ഒരാൾ അത്യാവശ്യം ക്യാരക്ടർ നമുക്ക് പിടികിട്ടാൻ പറ്റും. അത്യാവശ്യം ട്രൂ ആണോ ജെന്യൂൻ ആണോ അതിൽ തന്നെ മനസ്സിലാവും. അതിൽ ഓക്കെ ആണെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ വേണ്ട. കളേഴ്സ് അങ്ങനത്തെ ഒന്നും ഒരു മാറ്റർ അല്ല. അപ്പോൾ ടോക്ക് ചെയ്താൽ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആവോ? ടോക്ക് ചെയ്താൽ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആവണം. അത്യാവശ്യം അവരുടെ ക്യാരക്ടർ പിടികിട്ടും. ക്യാരക്ടർ പിടികിട്ടാൽ അത്യാവശ്യം നമുക്ക് ആ ഒരു ജിഗോള് ഓക്കെ ആണോ ഇല്ലയോ നമുക്കൊരു കംഫർട്ട് തോന്നും. അതേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു ഇത് നോർമൽ ടോക്കിംഗ്. ഇപ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കുന്നവരാണ്, അതുകൊണ്ടാണ്. ടോക്കറ്റീവ് ആയിട്ടുള്ള ഗേൾ വന്നു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അത്രയ്ക്കും ബെറ്റർ ആയിരിക്കും എന്നല്ല. ടോക്റ്റീവ് വെച്ചാൽ നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള കുറച്ചും കൂടി, അതായത് ടോക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ വെച്ചാൽ അവരതുപോലെയാണ്. ആ പറയേണ്ട കാര്യം സ്പോട്ടിലങ്ങ് പറഞ്ഞു തീർക്കും. ഈ സൈലൻ്റ് ആയിട്ടുള്ള ഗേൾ വെച്ചാൽ അവരത് മൊത്തം മനസ്സിൽ വെച്ചിട്ട് പിന്നീട് അവർ ഒരു സിറ്റുവേഷനിൽ അവർ പുറത്ത് കാണിക്കുന്നതും അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഇവർ ഈ പറയുന്ന വെച്ചാൽ ആ സെക്കൻഡിലുള്ള ഔട്ടിങ് ഉണ്ടാവും. പിന്നെ അവർ കൂളാണ്. ബാക്കിയുള്ളവർ വെച്ചാൽ അങ്ങനെയല്ല, അവരെ ടൈം എടുത്ത് പിന്നെ അത് പൊട്ടു വെച്ചാൽ ശരിക്കും നമ്മൾ അക്യൂറൊന്നും പൊട്ടുമല്ല. അതുപോലെ അത്രക്കും ഇതായിരിക്കും. ആരെങ്കിലും കണ്ടിട്ട് ഇംപ്രസ് ആയിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ട് ഇംപ്രസ് ആയിട്ടുണ്ടോ വെച്ചാൽ ഇല്ല. വൈ എന്ന് വെച്ചാൽ 7 വർഷം തേപ്പ് കിട്ടിയിട്ട് അത് വേറെ കാര്യം. പിന്നെ ഇംപ്രസ് ആണെന്ന് വെച്ചാൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരിലൊരു ഇംപ്രസ് എന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അത് വെച്ചാൽ അതങ്ങനെയല്ല, അവരുടെ ക്യാരക്ടർ ഉണ്ട്. അസൂയ എന്ന് പറഞ്ഞിട്ട് ഇംപ്രസ് എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ക്യാരക്ടർ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് നമ്മൾ ഇംപ്രസ് ആവാണ് കാണുമ്പോൾ. അങ്ങനെ ഇംപ്രസ് ആയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ച അങ്ങനെ നിനക്കുണ്ടാ? അങ്ങനെ എന്താ വേണ്ടേ? ശരിക്കും പറഞ്ഞില്ല എന്താ വേണ്ടെന്ന്. എങ്ങനെയായിരിക്കും പെട്ടെന്ന് മനസ്സിലാവാ? നമ്മൾ ചിലപ്പോ പല ആൾക്കാരും പറയുന്നത് ചിലപ്പോ അവർ നോക്കിയാ മതി, ചിരിച്ചാ മതി എന്നൊക്കെയാണ്. അപ്പൊ നിങ്ങക്ക് ക്യാരക്ടർ എന്ന് പറയുമ്പം നോക്കില്ല ചിരിക്കലൊന്നും കാര്യമില്ല.
അവർ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമാണ് ഒരാളെ വിലയിരുത്തി അവരുടെ ക്യാരക്ടറൊക്കെ നോക്കി ചെയ്യണം. അപ്പൊ പെട്ടെന്നൊന്നും അങ്ങനെ തോന്നില്ലല്ലേ? പെട്ടെന്ന് ഒരാളെ കണ്ടാലും അങ്ങനെ ഇതാകാൻ പറ്റത്തില്ലല്ലോ. ജസ്റ്റ് ഇപ്പോൾ നമ്മളായിട്ട് ഒന്ന് സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സംസാരിച്ചാൽ ഇംപ്രസ് ആവോ? പാർക്കടിക്കണൊക്കെ ഒരാളെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കിട്ടും കാര്യങ്ങളും കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ നമ്മൾ ഇമ്പ്രസ് ആവും. അത്രേ ഉള്ളൂ. അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓരോരുണ്ട്, അവർക്ക് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഓരോരുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇംപ്രസ് ആവും എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, പെട്ടെന്നില്ല. നമ്മൾ പരിചയപ്പെട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇമ്പ്രസ് ആയിരിക്കും. എല്ലാവരും ഇല്ല, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓരോരുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പ്രസ് ആവാൻ ചാൻസ് ഉണ്ട്. ലോയലായിട്ടിരുന്നാൽ മതി. എന്താ ലോയലായിട്ടിരുന്നാൽ മതി. അപ്പൊ ഇംപ്രസ് ആവോ? അതെന്താ എങ്ങനെയെന്ന് പറയോ? ലോയാലിറ്റി അല്ല ഭയങ്കര എക്സ്പെൻസീവ്. ബാക്കിയൊക്കെ നമുക്ക് ഇതാക്കാമല്ലോ. വേറെ ഒന്നുമില്ല. സാധാരണ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിന് ഡിഫറെന്റ് ആൻസർ തരണേ, അപ്പൊ അതുകൊണ്ടാ ചോദിച്ചത്. ആണോ? വേറെ ഡിഫറെന്റ് ആൻസർ ഇടുന്നതാണോ? അല്ല, ആ എന്താ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുണ്ടല്ലോ, അപ്പൊ ബ്രോയുടെ ഇഷ്ടം എന്താന്ന്? അല്ല, ലോയാലിറ്റിന് ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മളൊരാൾക്ക് ലോയലായില്ല കാര്യമുള്ളൂ. അതന്നെ മൊത്തത്തിൽ കണ്ടുവന്നിട്ടുള്ളത്, ഞാൻ നോക്കിയിട്ടുള്ളത് അവരെ നോട്ടം, ചില നോട്ടങ്ങൾ അതന്നെ ഒരു കണ്ണിൻ്റെ ഒരു ഭംഗി, ആ ഒരു നോട്ടത്തിൻ്റെ ഒരു ഭംഗി, അത് തന്നെയാണ് എനിക്ക് മൊത്തത്തിൽ ഇമ്പ്രസീവ് ആയിട്ട് തോന്നുന്നത്. ഐ കോണ്ടാക്ട് ആണോ? കോണ്ടാക്ട് ഐ കോണ്ടാക്ട് ഉള്ളവരെല്ലാം ഇംപ്രസ് ആവും. അതെ, എന്തായാലും ആവും.